സ്ട്രീറ്റ് ഇനി എത്ര ഉണ്ട് നോക്കട്ടെ. ഭയ്യ ജക്കരിയ സ്ട്രീറ്റ് സീതാ. എല്ലാവർക്കും കേരള ഭൂട്ടാൻ നാഗാലാൻഡ് ട്രിപ്പിൻ്റെ 18ാം ദിവസത്തിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടി എടുക്കാതെ കറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്ത എന്ന് പറയുന്ന നഗരത്തിലാണ്. ഓൾഡ് സിറ്റി ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടീസ് ഉണ്ട്. മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാതെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റീൻ്റെ അകത്തോട്ട് കയറി ചെല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എത്രത്തോളം അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നൊന്നും അറിയില്ല. ഫസ്റ്റ് കാര്യം നമുക്ക് ഇവിടുത്തെ ലോക പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ് കാണണം. ഹൗറ ബ്രിഡ്ജ് കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു വട്ടം വന്ന് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി കാണിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ അത് കാണാൻ വേണ്ടി പോകണം. പിന്നെ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോണ ഹുഗ്ലി എന്ന് പറയുന്ന ഒരു റിവറുണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചിന്ന ബോട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഈഡൻ ഗാർഡൻസ് കാണാൻ പോകുന്നുണ്ട്, ജക്കരിയ സ്ട്രീറ്റ് കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൂര പോലത്തെ ഒരു സാധനം വെക്കുന്ന ഒരു ചാന്ദിനി അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. ഒരു വൃത്തികെട്ട ഫുഡ് വൃത്തിയില്ലാത്ത രീതിയിൽ ചൂടായിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്, പുള്ളീൻ്റെ അടുത്ത് അത് കാണാൻ വേണ്ടി പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഹൗറ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊൽക്കത്ത നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കോണിക് വാഹനമുണ്ട്. അതൊരു മഞ്ഞ കളറ് പണ്ടത്തെ അംബാസിഡർ ടാക്സി. അപ്പോൾ അത് വിളിച്ചിട്ട് തന്നെ ആദ്യത്തെ റൈഡ് ഇവിടെ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പാലത്തിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് ആ ടാക്സി കാണുമ്പം കൈകാട്ടി വിളിക്കാം. പിന്നെ ഊബർ ഉണ്ട്, ഊബറിൽ 10, 250, 300 റുപ്യാണ് കാണിക്കുന്നത്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ടാക്സി കാണുന്നുണ്ട്. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. ഈ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ക്രോസ് ചെയ്യാൻ തന്നെ അറിയുന്നത് ഒരു വലിയൊരു ചടങ്ങാണ് ഗൈസ്. ഓ എൻ്റെ മോനെ, ഹോണൊക്കെ വെറുതെ കിട്ടിയ പോലെയാണ് ഇവിടുത്തെ ആൾക്കാരെ. ടാക്സി ചായേ പുള്ളി ടാക്സി വേണമെന്ന് നോക്കി. ഹൗറ ബ്രിഡ്ജ് കിतना है? कितना you speak Hindi man, how can I? Hindi 350 है 250 300 300 right? Howrah Bridge Flower Market. Let's go Akir, let's go. चलो so guys, നമ്മളിതാ 300 രൂപ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ കയറിയിട്ട് ഫ്രണ്ട് नहीं चलेगा guys. അപ്പോൾ നമ്മൾ ഐക്കോണിക് ആയിട്ടുള്ള കൊൽക്കത്തയിലെ യെല്ലോ കളർ ടാക്സിയിൽ കയറിയിട്ടിരിക്കുകയാണ്. നോ പവർ സ്റ്റിയറിംഗ്, ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ് നീയന പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. അപ്പം പുള്ളീൻ്റെ കൂടെയാണ് പോണത്. ആശാൻ കുറച്ച് റഫ് ആൻഡ് ടഫാണ്. നോക്കി നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഇതാ ഒരുപാട് ദൂരെ പോവാണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാലോ. അരമണിക്കൂർ മിനിമം എടുക്കുമെന്നാണ് തോന്നുന്നത്. നല്ല ചൂടാണ്, എ സിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഈ ക്യാമറ ഒക്കെ തട്ടിപ്പറിക്കണേ ഒന്ന് നോക്കാം. ഞാൻ ഉള്ളിലേക്ക് ഇടാം, വണ്ടീൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. പണ്ടത്തെ അംബാസിഡറിൻ്റെ എ സി ഉണ്ട് ഗൈസ്, എ സിൻ്റെ ഇതുണ്ട്. പിന്നെ മീറ്റർ ഉണ്ട്, അന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ഇവിടെ, അതിനൊരു കീയും കൊടുത്തിരിക്കണ്. അക്കീറത പുറകിൽ രാജാവിനെ പോലെ ഇരിക്കുന്നു. നമുക്ക് പുള്ളിനോട് ഇത് ഏതാ മോഡലിനൊക്കെ നമുക്ക് കയറിയതിനു ശേഷം ചോദിക്കാം. സാർ आपका नाम? MT मिराज. ओके, ये कौन सा मॉडल है? अम्बासिडर 19? हिंदुस्तान मॉडल है. No. How can I ask which year this vehicle is in Hindi? कौन सा साल है? 2013. You don't know Hindi? Guys, ഞാൻ എന്താ വിചാരിച്ചത്? 2013 2013 മോഡൽ അംബാസിഡർ ആണ് ഗൈസ്. ഞാൻ വിചാരിച്ച് പഴയ മോഡലാണെന്നാ.
ആൾക്കാരെ മേത്ത് തട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ച് പോകുന്നുണ്ട്. ഒരു നല്ല പോക്കാ, ചെറിയ പോക്കൊന്നല്ല, നല്ല വിടൽ വിടുന്നുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ പോണെങ്കിൽ കാണിച്ചുതരാം. ഈഡൻ ഗാർഡൻസ് ആണ് നിങ്ങൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നത്. ഇതാ ഈഡൻ ഗാർഡൻ ഗൈസ്, ഇതാണ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം കേട്ടോ. ക്രിക്കറ്റൊക്കെ നടക്കുന്ന ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്ന സ്റ്റേഡിയം ഇവിടെയാണ്. പിന്നെ ഫുട്ബോൾ നടക്കുന്ന സാറ്റ് ലേക്ക് സ്റ്റേഡിയമാണ്. നല്ല വൃത്തിയിൽ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കൊൽക്കത്ത ഗവൺമെൻറ്. അടിപൊളി. KKRൻ്റെ ഹോം ഗ്രൗണ്ടാണ് നമ്മുടെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസുകളുണ്ട്. അതുകൊണ്ട് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ച കണ്ടാലൊന്നും തീരൂല കൊൽക്കത്ത, അത്രയേ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊൽക്കത്ത ഒക്കെ കാണാൻ വരുമ്പോൾ ആ രീതിയിൽ വരിക. പണ്ടത്തെ സിനിമയൊക്കെ ഓർമ്മ വരുന്ന രീതിയിൽ. ഇതൊക്കെ എന്ത് ബിൽഡിംഗ് ആണോ? ഏക്കായേ ऊपर പറയുന്നില്ല. കോർട്ട്. ഗൈസ്, കൊൽക്കത്ത കോർട്ട്, ഗവർണർ ഹൗസ്. ഗൈസ്, റൈറ്റ് സൈഡ് കാണുന്നതാണ് ഗവർണറിൻ്റെ ഹൗസ്, ലെഫ്റ്റ് സൈഡ് ഇവിടുത്തെ കോടതിയും. ബ്യൂട്ടിഫുൾ, അടിപൊളി. കാണാൻ തന്നെ എന്ത് രസം. കൊൽക്കത്ത നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ബ്യൂട്ടി ഉണ്ട് കേട്ടോ കൊൽക്കത്തയ്ക്ക്. അത് നമ്മൾ വന്ന് കണ്ടാലേ മനസ്സിലാവും. ഇങ്ങനെ നമ്മളിതാ ഹൗറ ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഇതൊരു സംഭവം തന്നെ ഗൈസ്. ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇവിടുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോലെ ഇടിച്ച് കൈ ഇതൊക്കെ കൂടി മേലെ ഇടിച്ച്. ഇത് കുഴപ്പമില്ല. ഇതൊരു നെയ് ഗൈസ്, ഹൗറ ബ്രിഡ്ജ്. ഇതാണ് ഗൈസ് ലോക പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേറ്റ തൂണ് പോലും ഹൗറ ബ്രിഡ്ജിന് പില്ലറ്, അത് താഴോട്ട് ഒരു പില്ലർ പോലും ഹൗറ ബ്രിഡ്ജിനില്ല. അതുപോലെ ഈ കാണുന്നത് മൊത്തം സ്റ്റീലാണ്. 1936 പണി തുടങ്ങിയിട്ട് 1942 ഇതിൻ്റെ പണി തീർന്നത്. 1943 ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. അത്രക്കും പ്രശസ്തമായ ഈ ഒരു ഹൗറ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. പണ്ട് ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഹൗറ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. മേലോട്ടാണ് ഇതിൻ്റെ പില്ലേഴ്സ് മൊത്തം വരുന്നത്. നമ്മൾ താഴെ നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും മേലെയാണ് ഇതിൻ്റെ എല്ലാ പില്ലേഴ്സും വരുന്നത്. ഗ്രേറ്റ് ഗൈസ്, ഗ്രേറ്റ്. ശരിക്കും ഞങ്ങൾ ഓക്കെ മൂപ്പർക്ക് മനസ്സിലായി ബ്രിഡ്ജിലാണോ നിങ്ങൾ ഇറക്കി വിടേണ്ടത് എന്നുള്ളത്. അതെ എന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പം ബ്രിഡ്ജിലോട്ട് തിരിച്ചു വരും. ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. 28ഓളം പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. 28ഓളം പ്ലാറ്റ്ഫോമുകളുള്ള ഹൗറ റെയിൽവേ സ്റ്റേഷൻ കൊൽക്കത്തയിലെ വൺ ഓഫ് ദി ഫേമസ് റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളി നമ്മളെ തിരിച്ച് ബ്രിഡ്ജിലോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം കൂടെ നിങ്ങൾ കൊൽക്കത്തേൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടോ. ഹൗറ ബ്രിഡ്ജിലോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഹൗറ ബ്രിഡ്ജിൽ നിന്ന് ഇടുക. പിന്നെ സ്വന്തം വണ്ടിയായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതേപോലെ ടാക്സിക്കാരെ പിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഊബറിലാണെങ്കിൽ ഊബറിൽ, അല്ലെങ്കിൽ ഇതേപോലെ ഐക്കോണിക് യെല്ലോ ടാക്സിയിൽ വരിക. അതാകുമ്പം ഓരവിടെ കൊണ്ടുപോയി ഇറക്കിക്കോളും. നമ്മൾ പോയി കഷ്ടപ്പെടണ്ട. നമ്മൾ ഇവിടെ യു ഹാവ് ടു വർക്ക് ഫ്രം ഹിയർ. ഓക്കെ. സോ ഗൈസ്, പുള്ളി നമ്മളൊരു സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് കൊടുക്കേണ്ട പൈസ നമ്മൾ കൊടുക്കട്ടെ. 300. ഓക്കെ. 1941 സർ. ഇതാണ് നമ്മൾ വന്ന ഐക്കോണിക് യെല്ലോ ടാക്സി. ഊബറോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. ടാറ്റ KGN. ഇതാണ് ഇവിടുത്തെ ഐക്കോണിക് ബസ്സുകൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ നടക്കുകയാണ്, ബ്രിഡ്ജിലോട്ട് നടക്കുകയാണ് കേട്ടോ.
ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഹൗറ ബ്രിഡ്ജ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഹൗറ ബ്രിഡ്ജ് नहीं नहीं एक गाड़ी में जाएगा. रास्ता में नहीं जाता है हावड़ा ब्रिज. हावड़ा ब्रिज रास्ता में नहीं जाता, पैदल चाहिए सामने नहीं आ रहा. हाँ पैदल. और जो लाल बैनर है ना हाँ वहीं तक रिक्शा जाने देगा. हाँ ठीक है താങ്ക് യു. സോ ഗൈസ് ഹൗറ ബ്രിഡ്ജിലോട്ട് ഇതുപോലത്തെ റിക്ഷ കയറ്റൂല, അതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ പോകണം അപ്പുറത്തോട്ട്. നല്ല മനുഷ്യൻ. ഒരു ചങ്ങായി പറഞ്ഞ് പോവാന്ന്, മറ്റേ ചങ്ങായി പറഞ്ഞ് ഇല്ല ഇവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് പിന്നെ നടന്നു പോകണമെന്ന്. ഗൈസ് ഇവിടെ നടന്നു പോകാൻ തന്നെ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ നോക്കി ലോക്ക്ഡ് സിസ്റ്റം. എയിൽ എങ്ങോട്ട് പോകുന്നൊന്നും ആർക്കും അറിയില്ല ഗൈസ്. ഫോണൊക്കെ വെറുതെ കിട്ടിയാലാണ് ഇവര് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയ്യ ഹൗറ ബ്രിഡ്ജ് ഗൈസ് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ടാസ്ക് ഓഫ് ദി ഇയർ ആണ്. ഇപ്പം ഇടിച്ചിട്ടേനെ ഗൈസ്, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൗറ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നമുക്ക് നടക്കാനുള്ള അവകാശമില്ല. സൈഡിലൂടെ നടക്കാനായിട്ട് സ്പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ വേണം ഹൗറ ബ്രിഡ്ജിൽ നടന്നു പോകാൻ. ഐ തിങ്ക് ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഹൗറ ബ്രിഡ്ജിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തോന്നും. നടന്ന് ഹൗറ ബ്രിഡ്ജിൻ്റെ നേരെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കഥ ഞാൻ ഇതിലൂടെ ഇനി വരില്ല വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് ശ്വാസം വിട്ടിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1943 ഇത് ഇനാഗ്രേഷൻ നടന്നത്. 1942 പിന്നെ വർക്കൊക്കെ കഴിഞ്ഞായിരുന്നു. ഫോണടി കാരണം നിങ്ങൾക്ക് അന്ന് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിച്ച്. അതുപോലെ തന്നെ ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 11:30 ഇത് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച രാവിലെ 4 മണിയാകുമ്പോൾ ഒരു 5 മണിക്കൂർ ഇത് ക്ലോസ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഉറപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ. ഈ നെറ്റും ബോട്ടിലും നിൽക്കുന്നതാണല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. വിത്തൗട്ട് നെറ്റും ബോൾട്ടാണ്. അത് കണ്ടില്ല, ഫുള്ള് നെറ്റും ബോൾട്ടിൽ നിൽക്കുന്ന ഒരു ഹൗറ ബ്രിഡ്ജ്. ഇതിൻ്റെ മേലോട്ടാണ് ശരിക്കും പാലത്തിന്. നിങ്ങൾ ഏതൊരു പാലവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലത്തിന് താഴോട്ടായിരിക്കും പില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതുണ്ടോ, ഇതൊരൊറ്റ പില്ലറില്ല താഴോട്ട്, പില്ലർ മൊത്തം മേലോട്ടേക്കാണ്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കണേ. അതായത് ഇവിടെ കടന്ന് ഇങ്ങനെ അലമ്പ് കാണിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഹൗറ ബ്രിഡ്ജ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ എൻ്റെ വീഡിയോയിലൂടെ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൗറ ബ്രിഡ്ജ് കാണണം എന്നുള്ളത്. അവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഹൗറ ബ്രിഡ്ജ് കാണാണ്ട സെറ്റപ്പ്. എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോയി. അത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ വായിച്ചപ്പോൾ വിത്തൗട്ട് സിംഗിൾ നെറ്റ് ആൻഡ് ബോൾട്ട് വെച്ചിട്ടാണ് ഹൗറ ബ്രിഡ്ജ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതായത് ഒരു നെറ്റും ബോൾട്ടും യൂസ് ചെയ്യാതെയാണ് ഹൗറ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തതെന്നാണ് ഗൂഗിളിലുള്ള. ഇതിൽ ഏതാ ശരി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടി. ഇത് കണ്ടിട്ട് ഫുള്ള് നെറ്റും ബോൾട്ടിനും ഉള്ള പോലെ ഉണ്ട്, പക്ഷേ ഒറ്റ നെറ്റും ബോൾട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതിലേതാ സത്യം എന്ന് എനിക്കറിയുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അറിയാവുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഹൗറ ബ്രിഡ്ജിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊൽക്കത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു മനുഷ്യനുണ്ട് ഇവിടെ. കോമഡി പീസാണ്, ഭയങ്കര ചൂടറാണ്. ലാൽ ചങ്കിനി അങ്ങനെ എന്തോ ആണ് അയാളെൻ്റെ പേര്. ചങ്കിനി ക്ലബ് കച്ചോരി എന്ന് പറയുന്ന എന്തോ ഒരു ഫുഡാണ്. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്തോട്ടാണ് പോണത്. അത് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഒരുമാതിരി വൃത്തികെട്ട ഫുഡ്, വൃത്തിയില്ലാത്ത രീതിയിൽ കൊടുക്കുന്നത്. അതേപോലെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് പുള്ളി. അപ്പോൾ നമ്മൾ നേരെ പുള്ളീൻ്റെ അടുത്ത് നോക്കി
നടന്ന് ഇനി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഈ താഴെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ്. അതായത് നമ്മൾ വന്ന ടൈം റോങ് ആണ്. രാവിലെ വരികയാണെങ്കിൽ വൻ സെറ്റപ്പിൽ, അതായത് ഇന്ത്യയിലെ തന്നെയാണോ ഏഷ്യയിലെയോ വേൾഡിലോ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ചെറുതായിട്ടാണ് കാണുന്നത്. ഉള്ളോട്ട് ഇങ്ങനെ പോയ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളിതാ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. കറക്റ്റ് ഒരു ചൗക്കിലൂടെ, ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ ചെറുതായിട്ട് ഒരു പേടിയൊക്കെ വരും. എന്തായാലും നമ്മൾ നടക്കുക. ഇവിടുത്തെ ജീവിതം ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. നോക്കി ഉന്തുവണ്ടിയും എല്ലാവരുടെ തലയിലും ചാക്ക്, അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ലക്ഷി എന്തായാലും ഈ റോഡ് കൂടെ നടക്കുമ്പോൾ കൊൽക്കത്തേൻ്റെ ശരിക്കുള്ള ജീവിത ശൈലിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നടക്കാനും പറ്റും. ലോറി ഇങ്ങനെ നിർത്തിയിട്ട് സൈഡിലൊക്കെ കേട്ടോ. കൊൽക്കത്തയിലെ ഏറ്റവും വൃത്തികെട്ട ഫുഡ് വെക്കുന്ന ആളെ ഏരിയയിലെത്തിയിട്ടുണ്ട്. എവിടെയാണെന്നറിയില്ല, എവിടെയോ ആണ്. ഐ തിങ്ക് ദിസ് വൺ. ഇതാണോ ഷോപ്പ്? ക്ലോസാ അറിയില്ല കേട്ടോ ഗൈസ്. ഇത് തന്നെയാണോ, ഏതാണ് ഈ ഏരിയ എന്ന് പിടിയിട്ടില്ല. ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. നമുക്ക് ഇത് കാണിച്ചിട്ട് ചോദിച്ചു നോക്കാം. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. ഇത് തന്നെയാണല്ലോ. भैया ओपन, भैया एक किधर है? ओपन नहीं है? क्लोज है? क्लोज? ഗൈസ്, സോ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച് വന്ന കട ഇതായിരുന്നു, പക്ഷെ അത് ക്ലോസാണ്. ചമ്മി ഐസായി. അപ്പോൾ എന്തു ചെയ്യും? ഇനി വരുമ്പം നോക്കി കണ്ടു വരണം. ഞാൻ ഓപ്പൺ കൊടുത്തേക്കണേ. ഇവരിനി ഈ കച്ചവടം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കിയതാണോ അറിയില്ല കേട്ടാ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിക്കാൻ തന്നെ പേടിയാവുന്നു. ഫുള്ള് തിരക്കും ബഹളവും ചെറിയ പേടിയൊക്കെയാണ്. കൊള്ളാം. എന്തായാലും ഒരു നല്ലൊരു കട നോക്കിയിട്ട് വെള്ളം കുടിക്കണം. ദാഹിച്ചിട്ട് വയ്യ. ഇവിടെയൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു കുപ്പി വെള്ളമായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. സത്യം, കേരളത്തിലൊക്കെ ജനിച്ച ഭാഗ്യമാണെന്ന് വിചാരിക്കുക. ഒരു ഉള്ളിവട പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷേ യു ഡയർ ടു ഈറ്റ് ദിസ്? യു വാണ്ട് ടു ഈറ്റ്? ഗൈസ്, വെള്ളം കുടിക്കട്ടെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു വെള്ളം കുടിയാ. ഇത് തുറക്കുന്നില്ലല്ലോ. അല്ലക്ക ഇത് പൊട്ടിക്കും ഞാൻ. അത് തുറക്ക്. ഒരു പിന്നെ പകുതി വെള്ളം കുടിച്ചേക്കണ്. അപ്പോൾ ദാഹം മനസ്സിലാക്കിയാൽ മതി. क्या ये ओ ये खाएगा तुम? नहीं तुम खाएगा. इवन रिस्क എടുക്കാൻ തീരുമാനിച്ചു. അക്കീർ ഈസ് ടേക്കിംഗ് എ ഹ്യൂജ് റിസ്ക് ടുഡേ. നാളെ ബാത്റൂമിലായിരിക്കും. അച്ഛാ नहीं तुम खाओ. फाटक के बिल्कुल सामने वो है, घाट है लगा हुआ। आप बिल्कुल वहाँ पे जहाज पे बैठ जाइएगा, पूरा सैर कीजिए, जिधर मर्जी जाना है उधर। यहाँ से कितना दूर? यहाँ से 2 किलोमीटर 1 किलोमीटर होगा। फोटो खींचने नहीं जा रहा? हाँ।
सीधा ये रोड जाओ, अच्छा पुल पार कर जाओ, अच्छा कुछ दूर आगे जाओ, आगे जाओ। हम लोग को क्या करना है, हम लोग को ऐसा हावड़ा ब्रिज में चलेगा देख और ले। से हाँ, इधर आओ। नाव भी वही है, इधर नहीं है नाव। सामने से आगे सब देखो, हाँ ये बीच वाले रास्ता छोड़ दो, जो गाड़ी निकल रहा है ना आगे वाले हाँ परले साइड में, वो रास्ता सीधा ऊपर चढ़ जाओ। हाँ ऊपर चढ़ने के बाद हावड़ा ब्रिज से नीचे ब्रिज नीचे को आता है। ओके नीचे आकर फूल बागान आता है, वो फूल मार्केट है, उसको फूल मार्केट फ्लावर मार्केट हाँ फूल मार्केट से सीधा चले जाना, आगे आगे जाते जाना। अगर नहीं पता लगेगा किसी से पूछ लेना, वो घाट बता दे। ഓക്കെ ടീക്ക് അതായത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലോട്ട് കയറാം. മേലോട്ട് കയറി കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങിയിട്ട് ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. ഫ്ലവർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുള്ളി പറഞ്ഞെന്ന പോലെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ എത്തും. അവസാനം ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അർമാനി കാട്ട്. അർമാനി കാട്ടിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ ചെറിയൊരു ബോട്ടിൽ കയറിയിട്ട് ഫെറിയിലോ ബോട്ടിലോ കയറിയിട്ട് ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ആടി പീടിയാണ് ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ജനങ്ങളും വണ്ടിയും ഒരുപാട് കൂടുതലാണ്, ഫോണും. എൻ്റെ അമ്മ ഫോണൊക്കെ വെറുതെ കിട്ടി എല്ലാവർക്കും ഇവിടെ, ഒരു രക്ഷയില്ല ഗൈസ്. കൊൽക്കത്ത വരുമ്പോഴല്ലേ, കൊൽക്കത്ത അറിയുന്ന ഒരാൾ കൂടി കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. പക്ഷെ കൊൽക്കത്ത അറിയാത്ത ഒരാൾ ഉണ്ടെങ്കിൽ ഫണ്ണായിട്ട് നടക്കും, ചോദിച്ച്. പിന്നെ ഹിന്ദി കുറച്ച് അറിഞ്ഞിരിക്കണത് എപ്പോഴും നല്ലതാണ്. ഓ എൻ്റെ മോനെ ഇപ്പം ഇടിച്ച് പൊളിക്കുമല്ലോ. ഓ ഗൈസ്, ഞങ്ങൾ ഫൈനലി കണ്ടുപിടിച്ച് അർമാനി ഘാട്ട് പോർട്ട് ഫെറി സ്റ്റേഷൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് കേട്ടോ. അപ്പോൾ കണ്ടുപിടിച്ച് പോട്ടെ. ആ ഇതന്നെ ഇതിൻ്റെ ഉള്ളിൽ. ഓ ഹൗറ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ് അർമാനി ടു ഹൗറ. ആ ഇതാണ് ബോർഡ്. അപ്പോൾ എൻ്റെ ഹിന്ദി വാല ആദ്മി വരട്ടെ. ഹൗറ कितना 12. Oh you have changed. एक मिनट 24 right? no 6 rupees only. ഇതാണ് ഗൈസ് ടിക്കറ്റ്. 6 രൂപ ടിക്കറ്റിന് വരുന്നുള്ളൂ. വെറും 6 രൂപ ഫെറിക്ക് വരുന്നുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ. 60 മിനിറ്റിനെ വാലിഡിറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് കയറിയിട്ട് അപ്പുറത്തോട്ട് പോകണം. ഫെറി കിതർ മില്ലേഗ? क्या इधर आगे ही मिलेगा? ഇതർ हाँ ഫെറി ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഇത് ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ ഇത് കണ്ടില്ലേ, നോക്കിയോ കാണിച്ചു തരാം. ഇതിവിടെ ഇങ്ങനെ ചെയ്യണം. ഓക്കേ, അതായത് ഇതാണ് ഹൗറ ബ്രിഡ്ജ് വരുന്നത്. നിങ്ങൾ കണ്ട ഈ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. നമ്മൾ നേരെ ഫെറി കയറിയിട്ട് അത് അപ്പുറത്ത് ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങിയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ടിക്കറ്റിൽ. അപ്പം ഇപ്പം അവിടെ ഫെറി ഇല്ല, ഫെറി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകേണ്ട ചെറിയൊരു ഫെറി വന്നിട്ടുണ്ട്. ചെറുതല്ല, കുറച്ച് വലുത് തന്നെയാണ്. അപ്പോൾ അതാ ആ ഫെറി, ഈ ഫെറി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ്. ഇതേപോലെ തിരിച്ച് അങ്ങോട്ടേക്കും പോകും. അതാട്ടോ ഹൗറ ബ്രിഡ്ജ് അവിടെ. അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളതെന്ന് തോന്നുന്നത്. ഇനി എനിക്കറിയില്ല, ഇതിൻ്റെ താഴെ കൂടെയൊക്കെ ചില ഫെറികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം, കറക്റ്റ് മനസ്സിലാക്കി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും ഇതിൽ കയറി പോകാൻ വേണ്ടി പറ്റും. ഫെറി ഇതവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫെറിയിൽ കയറാൻ വേണ്ടി പോവാണ്. കൊള്ളാം.
he's selling something. തീയിലൊക്കെ ചുട്ട് കനലിലൊക്കെ ചുട്ടെടുക്കണ എന്തോ ഒരു സാധനം പുള്ളി വിൽക്കുന്നുണ്ട്. Nobody will see. कोई नहीं केरला से. आप भी नागालैंड वाले भी You will be very. आकर खाएगा. यहाँ पे चुपचाप बैठे रहिए. ओके ओके. चुपचाप बैठे रहिए. अगर चाहिए तो थोड़ा सा रुकिएगा. हाँ. फिर आके बैठिए. दोबारा टिकट लेना नहीं पड़ेगा. देखिए. Oh, here कोई. मैं फ्रंट में എന്തായാലും ബോട്ടിൽ കയറിയിട്ടുണ്ട്. അടിപൊളി ചൂടുമ്പോഴൊക്കെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുന്നത്, ബായിൻ്റെ കൂടെ. ഹൗറ ബ്രിഡ്ജ് ഇങ്ങനെ അതിലേ പോകുന്നുണ്ട്, നമ്മൾ ഇതിലേ പോകുന്നുണ്ട്. അവിടെ പോയി ഷൂട്ട് ചെയ്യൽ നടക്കുമോ നിന്ന് ഷൂട്ട് ചെയ്യൽ നടക്കുമോ എന്നൊന്നും അറിയില്ല. നല്ലൊരു കാറ്റടിക്കുന്നു കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. കുറച്ച് ഇവിടെ പോയിട്ട് സൂപ്പർ ഗൈസ്. ഒരു തൂണ് പോലും ഇല്ലാത്ത ഹൗറ ബ്രിഡ്ജ് വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ക്ലിയറായിട്ട് കാണാം. അപ്പോൾ ഫെറി റൈഡ് വെറും 4-5 മിനിറ്റ് പിന്നെ നീണ്ടു നിൽക്കുന്ന ഒരു ഫെറി റൈഡാണ്. അതിനുശേഷം ഇത് ഇറങ്ങുകയാണ്. സിമ്പിൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. 6 റുപ്യേൻ്റെ ഫെറിയല്ലേ, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. 10 റുപ്യ പോലും തേച്ച് വാങ്ങുന്നില്ല ഗൈസ്. എൻ്റെ ഒരു കാര്യം ആലോചിച്ചോക്കെ. അപ്പോൾ നമ്മളിപ്പം ദ മോസ്റ്റ് ഫേമസ് സ്ഥലമായ ഹൗറ ബ്രിഡ്ജിൻ്റെ കൂടെ തന്നെ ഹൗറ സിറ്റി ഉണ്ട് കേട്ടോ. അതാണ് ഹൗറ. ഇത് ഹൗറയാണ്. ഈ ഒരു ഏരിയക്ക് ഹൗറ എന്നാണ് പറയുക. ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് ഹൗറ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് കാണാം. ഇതിൻ്റെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് കാണാൻ വേണ്ടി പോണത്. ഏകദേശം 28ഓളം പ്ലാറ്റ്ഫോമുകളുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. താങ്ക് യു സാർ. വേ ടു ഹൗറ റെയിൽവേ സ്റ്റേഷൻ. അതിൽക്കൂടെ വേണേൽ കയറാം. നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ മതിയല്ലോ, നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണുന്നില്ലല്ലോ. സോ നൈസ് ഗൈസ്. അടിപൊളി റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ പണ്ടത്തെ ടൈപ്പിൽ ബിൽഡ് ചെയ്ത് വെച്ചാണ്. യെസ്. ऐसा क्या? No, because my language you doesn't understand. I'm from Kerala. केरला. इंडियन आता हो सकता है आसपास. But you हिंदी समझते हैं ना थोड़ा Toda. Yes. इसका language we are from here, कोलकाता से. आप कोलकाता से. ये ट्रेन स्टेशन है ना, हावड़ा स्टेशन बहुत बड़ा है. बहुत बड़ा. कोलकाता का सबसे बड़ा. कोलकाता का सबसे बड़ा, लेकिन ये हावड़ा में पड़ता है. हावड़ा. इसका ट्रेन स्टेशन का नाम क्या है? जगह का नाम है हावड़ा स्टेशन हावड़ा स्टेशन. जंक्शन. हावड़ा जंक्शन. आपका नाम? मेरा नाम सूरज कोटा है. सूरज कोटा. अच्छा. So this is the biggest train station. സോ ഗൈസ്, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 23 പ്ലാറ്റ്ഫോമുകളാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അടിപൊളി കാണാനും എല്ലാത്തിനും. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഹൗറ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ ഇത് കൂടി നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണേ. ക്യാ ഹേ? They are making fun with the friends. Oh, big. അയാളിപ്പോൾ കുപ്പി എടുത്തെറിഞ്ഞേനെ. നമ്മളിതാ നമ്മളെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട് ഞങ്ങൾ ചെറിയൊരു ചായക്ക് കുടിച്ച് ഇനി ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് വീണ്ടും ഇതേ ഫെറി എടുത്തിട്ട് പോവാട്ടോ.
ഹൗറ ബ്രിഡ്ജ് ഈവനിങ് നല്ല രസമല്ലേ. കൊൽക്കത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സക്രിയ സ്ട്രീറ്റ് എന്ന് പറയട്ടെ. ഇതൊക്കെ നമ്മളെ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഇന്ന് മൊത്തം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് മൊത്തം ഹൗറ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. ഇതൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം പച്ചക്കറി, ഫ്രൂട്ട്സ്, അതിൻ്റെയൊക്കെ മാർക്കറ്റുകളാണ്. ഇത് രാത്രി വരെ ഓണായിക്കിന് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ നേരെ നടക്കുന്നത് ഇപ്പോൾ സക്രിയ സ്ട്രീറ്റിലാണ്. സക്രിയ സ്ട്രീറ്റിലോട്ടാണ് പോണ വഴിക്ക്. കൊൽക്കത്തേൻ്റെ മെയിൻ സ്ഥലങ്ങളും കാണാം. ഇവിടെ വന്നതിന് ശേഷം ടാക്സി എടുക്കരുത്. ഹൗറയിൽ വന്നതിന് ശേഷം എല്ലാം നടന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൊൽക്കത്ത ഇത് ജോയ് സിറ്റി എന്ന് കേട്ടിട്ടുണ്ട്, അത് കൊൽക്കത്തയാണ്. അപ്പം ഇതിൻ്റെ കൊൽക്കത്തേൻ്റെ റിയൽ ലൈഫും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോരം ജനങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നും. പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ സക്രിയ സ്ട്രീറ്റിലോട്ട് നടക്കണേ. സക്രിയ സ്ട്രീറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാണിക്കാം. സ്ട്രീറ്റിലോട്ട് നടക്കുമ്പം ഇവിടെ കണ്ടില്ലേ ഫുള്ളിങ്ങനെ വള മാല, അതായത് മറ്റേ ഉത്സവത്തിനൊക്കെ പോയാൽ കാണുന്ന പോലെ ഫുള്ള് വളയും മാലയും പൂവും അതും ഇതൊക്കെ വെക്കുന്ന സ്ട്രീറ്റാണ്. ഒരു മുട്ടായി തെരുവ് സ്റ്റൈല് അങ്ങനെ തോന്നും. അടിപൊളി. ഇതാണ് ഗൈസ് കൊൽക്കത്ത. ഇതാണ് കൊൽക്കത്തയുടെ തിരക്ക്. ഇതായിരിക്കണം കൊൽക്കത്ത ഗൈസ്. എൻ്റെ അമ്മോ, നമ്മൾ ഏതോ കൂട്ടത്തിലോട്ടാണ് കയറി ചെല്ലുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അടിച്ചു മാറ്റിപ്പോവും. ഫുള്ള് ജനങ്ങളാണ് ഗൈസ്. ടു മെനി പീപ്പിൾ. അത് വിൽക്കാത്ത സാധനങ്ങളില്ല, ഓരോ പണിയെടുക്കുന്ന ജനങ്ങൾ. ചിലവർക്കൊരു മലയാളി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ, അയ്യോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല പ്രശ്നം. चल भैया चल, हैदराबाद में ക്യാമറ ഇതെന്താന്ന് ചോദിക്കുന്ന ആൾക്കാർ. ആ ഗൈസ്, തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോവാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വെളിച്ചൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ. പിന്നെ DJ-യിലാണ് ഷൂട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു വെളിച്ചക്കുറവുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ആൾക്കാരൊക്കെ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്, ഏത് അഭിനയെന്നുള്ള രീതിയിൽ. എൻ്റെ മോനെ, ഇനി കുറച്ച് സ്ട്രീറ്റ് ഇങ്ങക്ക് കാണിച്ചു തരാം. ഓ മാൻ, എമ്മാതിരി ജനങ്ങളാ. ഇത് കുറവാന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതിനും കൂടുതൽ ഉണ്ടാവേണ്ടതാണ് ജനങ്ങൾ. കുഴപ്പമില്ല. സക്രിയ സ്ട്രീറ്റിക്ക് ഇനി എത്ര ഉണ്ട് നോക്കട്ടെ. കൊൽക്കത്ത തിരക്കിലൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആരെയും മൈൻഡ് ആക്കില്ല. ഹലോ, മൂപ്പർ എന്നെയും മൈൻഡ് ആക്കില്ല കേസ്. ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടും. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഏതാണവൻ, ക്യാമറയും വിസിറ്റ് നടക്കുന്നവൻ എന്നുള്ള രീതിയിൽ എല്ലാവരും. എൻ്റെ മോനെ, ഇതാണ് ശരിക്കുള്ള കൊൽക്കത്ത കേട്ടോ. കണ്ടോളി, ഓൾഡ് സിറ്റി. സക്രിയ സ്ട്രീറ്റ് ചോദിച്ചു പോ. भैया जकरिया स्ट्रीट सीधा റൈറ്റ്. സോ ഗൈസ്, സക്രിയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു പോവുകയാണ് ഞാൻ. എവിടെയെങ്കിലും എത്തും. സോ ഗൈസ്, നമ്മളിതാ
സക്രിയ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് മസ്ജിദ്. ഏ മസ്ജിദ് का नाम क्या है? ना खुदा मस्जिद। ना खुदा मस्जिद. आइए बोलिए मोहब्बत काले वेश काले कितना है? 20 रुपया भैया। 20 रुपया. ओके. ये दे। नया ग्लास दे दो. नया नया. नया नया दे रहे बना हाँ. के दे रहे। आइए बोलिए काले वेश काले वेश काले वेश Yes. काले वेश। എന്തെങ്കിലും പറ്റുമോ? ഒന്നും आइए പറ്റില്ല बोलिए ഇരിക്കലേ. काले वेश काले वेश काले वेश काले वेश काले वेश। ये चाहिए एक कलर नहीं ए ए ए. वही दे रहे वही हाँ. दे रहे। आइए बोलिए काले वेश काले वेश काले वेश काले वेश। അതായത് കാലി വേസ്റ്റ് എന്നൊക്കെ എന്താ പറയുന്നത്. ഇത് കുടിച്ചാൽ തന്നെ ഓനെ കൈയിട്ട് നശിപ്പിച്ച്. आइए भैया बोलिए काले वेश काले वेश काले वेश काले वेश। ആ, आइए बोलिए काले वेश काले वेश काले ഇടിച്ചെടുക്കുന്നുണ്ട്. वेश। ये क्या है? ये मोहब्बत शरबत है भैया। मोहब्बत शरबत. गाइस मोहब्बत आइए का बोलिए शरबत. काले वेश काले वेश काले वेश काले वेश। ഞാൻ ഡൽഹിയിൽ നിന്ന് കുടിച്ചിരുന്നു. അതിൻ്റെ അടുത്ത് വരില്ല. आइए भैया വരവിനെ അടിച്ചെടുക്കുന്നു. നോക്കാം നമുക്ക്. आइए बोलिए काले वेश काले वेश काले वेश काले वेश। ആ മൈരീവിൻ്റെ ടൈമായി. ബാങ്ക് കൊടുക്കും. ഇതെന്ത് വെറൈറ്റീസ് ആണ്? നോ ഐഡിയ. നൂൽപുട്ടാണോ? അസ്സലാമു അലൈക്കും. ഇത് എന്താ സാധനം? ये क्या है? ലച്ച. ഓ ഗൈസ് ലച്ച എന്നാണ് എൻ്റെ പേര്. എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തേക്കാം. അവിടെ പോയിട്ട് ഡൽഹി 6-ന്, അതായത് ഇവിടെ ഡൽഹി 6 എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് പോണത്. അത് കഴിഞ്ഞിട്ട് വാപ്പസ് ആയേക്കാം. അപ്പോൾ ഡൽഹി 6 എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെയുള്ള ലോക്കൽസ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഡൽഹി 6 പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡൽഹി 6-ലോട്ട് പോവുകയാണ്. ഓ ബണ്ണ് ഇതൊക്കെ വെക്കുന്ന ഷോപ്പ്. ഒരേ സാധനങ്ങളാട്ടോ. ബ്രെഡിൻ്റെ ബണ്ണ്, വേറൊന്ന് ഇതൊക്കെ എല്ലാം ഒന്നാണോ? दिल्ली 6 शॉप किधर है? हाँ इसके आगे. हाँ ठीक है. हाँ ओके थैंक यू. लेट्स गो. हाँ दिल्ली 6. സോ ഗൈസ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞത്. ഡൽഹി 6. ദിസ് ഈസ് ഡൽഹി 6 മാൻ. ആ ഡൽഹി 6. വിൽ ട്രൈ സംതിങ്? നോ നോട്ട് ദാറ്റ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് മാൻ. what we do? ആ ഇവിടെ അടി നടക്കാൻ. This was a big market, right? Anything? സോ എല്ലാവരും പറഞ്ഞ ആ ഡൽഹി 6-ലോട്ട് വന്നിരിക്കുകയാണ്. ഇതാ ഫുൾ അഫ്ഗാനി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളൊരു ചിക്കൻ ഫ്രൈ, അഫ്ഗാനി ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. ഇതാ വെട്ടോ മോനെ. ആ അതിൻ്റെ ഇടയ്ക്ക് അവിടെ അടി നടക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. നമുക്കുള്ള ചിക്കൻ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുക. കൊള്ളാം. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് മേടിച്ചൊരു സാധനമാണിത്. 160 റുപ്യ. Is it good? Chicken fry, eh? Okay. Yeah, I can see lots of masalas, guys. Lot of masalas. And this is like a chutney. This is chutney, I guess. Chutney, yeah. Yeah.
onion. ഗ്രീൻ ചട്നി. Okay, time to taste this Delhi 6 special chicken. എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല, വരുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. स्पेशल आइटम It is a very well grilled chicken. താങ്ക് യു സാർ. It's very tender. നമ്മൾ ഇവിടുന്ന് പോവാണ്. അതായത് ഈ ചൂടത്ത് നടക്കൂല ഗൈസ്, വേർത്ത് ഒലിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോവാണ്, വെയ്യ. അപ്പോൾ സക്രിയ സ്ട്രീറ്റിനോടൊക്കെ വിട പറഞ്ഞ് പോവാണ്. സക്രിയ സ്ട്രീറ്റ് വരേണ്ടത് റംസാൻ ടൈമിലാണെന്നുള്ളതാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ച് നല്ലോണം ഇവിടെ എൻജോയ് ചെയ്യാം.